ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ERP-യുടെ സ്ക്രീനാണ്. ഇതിനകത്ത് കാണുന്നതാണ്. ഇതിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്ന മോഡ്യൂൾസ്: ഹോട്ടൽ മാനേജ്മെന്റ്, ക്ലീനർ, സെയിൽസ്, പോയിന്റ് ഓഫ് സെയിൽസ്, അക്കൗണ്ടിങ്, ഇൻവെന്ററി, എംപ്ലോയീസ്, അറ്റൻഡൻസ്, റിക്രൂട്ട്മെന്റ്, ടൈം ഓഫ് എക്സ്പെൻസസ്. ഇത്രയും മോഡ്യൂൾസാണ് ഇതിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ആ മോഡ്യൂൾ പോവാം. അപ്പോൾ അതിനകത്ത് കോൺഫിഗറേഷൻസ് നമുക്ക് പോവുകയാണെങ്കിൽ റൂം ടൈപ്സ്: സിംഗിൾ റൂം, ഡബിൾ റൂം, സ്യൂട്ട് റൂം, കോൺഫറൻസ് ഹാൾ. പിന്നെ റൂംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലോർ വെച്ച് ഗ്രൂപ്പ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ 3 ഫ്ലോറുകളാണ് കൊടുത്തിരിക്കുന്നത്: ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിലെല്ലാം സിംഗിൾ റൂംസ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ ഡബിൾ റൂംസ്, സ്യൂട്ട് റൂംസും. പിന്നെ തേർഡ് ഫ്ലോറിൽ നമ്മൾ ഇതാണ് കോൺഫറൻസ് റൂംസാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ റൂമിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള അമ്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇൻഫർമേഷൻ, പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് നമുക്ക് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ റെസ്റ്റോറൻറ്റ് ഉദ്ദേശിക്കുന്നത് ഈ ഹോട്ടൽസിലേക്ക് വരുന്ന ചെക്ക് ഇൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, അല്ലാതെ പുറത്തുള്ളതിനും വേറെ പോയിന്റ് ഓഫ് സെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു റിസർവേഷൻ നോക്കാം. ജസ്റ്റ് അതിനകത്ത് ഇപ്പം നമുക്ക് ആദ്യം വരുമ്പോൾ തന്നെ ഒരു കസ്റ്റമറിൻ്റെ ഡെമോ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം. ഒരു കസ്റ്റമർ വന്ന് അതിനകത്ത് തന്നെ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. ഫോട്ടോസ്, അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ടും രജിസ്റ്റർ ചെയ്യാം, കമ്പനി ആയിട്ടും രജിസ്റ്റർ ചെയ്യാം. പിന്നെ അതിൻ്റെ അവരുടെ ഫോട്ടോസ്, ഇതിനു മുമ്പ് അവർ ചെയ്തിട്ടുള്ള അവരുടെ ബുക്കിങ്സും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഡബിൾ റൂം നമുക്ക് ഇത് ചെയ്യാം, റിസർവ് ചെയ്യാം. അവിടെ നമ്മൾ ഡബിൾ റൂം ടൈപ്പ് സെലക്ട് ചെയ്യുക. റൂം നമ്പേഴ്സ് അവൈലബിൾ, ഡബിൾ റൂം അവൈലബിൾ ആയിട്ടുള്ള റൂം നമ്പേഴ്സ് കാണിക്കും. ചെക്ക് ഇൻ ഡേറ്റ്, അപ്പം അതിനകത്ത് ബൈ ഡിഫോൾട്ട് അതിൻ്റെ പ്രൈസിങ് ഒരു ദിവസത്തേക്കുള്ള പ്രൈസിങ് കാണിക്കും. ചെക്ക് ഇൻ ഡേറ്റ് കൊടുത്ത് ചെക്ക് ഔട്ട് ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ദിവസത്തേക്കുള്ള 2 ദിവസമാണെങ്കിൽ 9,000 രൂപ കിട്ടാൻ പറ്റി. നമ്മൾ കൺഫേം ചെയ്തപ്പോൾ അതിനകത്ത് ഡ്രാഫ്റ്റ്, കൺഫേം, ഓക്യുപ്പൈഡ്, ഡൺ, ക്യാൻസൽ. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അത് കൺഫേംഡായി, ഒരു റിസർവേഷനായി. കണ്ടോ, റിസർവേഷൻ്റെ ലിസ്റ്റാണ്. നിങ്ങൾക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം ഓഫ്ലൈൻ റിസർവേഷൻസ് ആണ്. ഓൺലൈൻ റിസർവേഷൻസ് ഒക്കെ മറ്റേ booking.com, മേക്ക് മൈ ട്രിപ്പ്, അഗോഡ അവരുമായിട്ടൊക്കെ ഇൻറ്റഗ്രേഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിനകത്ത് വന്ന് കിടന്നു പോകും. നമ്മളൊന്നും ചെയ്യില്ല. ഇപ്പോൾ പഴയ സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ അവിടെ നിന്ന് ഡബിൾ എൻട്രി ചെയ്യുന്നുണ്ട്, അവിടെ നിന്നുള്ള കോപ്പി ചെയ്ത് ഇങ്ങോട്ട് എൻട്രി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക് ഓൺലൈൻ വെബ്സൈറ്റ്സ് ഒക്കെ ആയിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ സിംഗിൾ റൂമിൻ്റെ ബുക്കിംഗ് എടുക്കും. സിംഗിൾ റൂം എടുക്കുമ്പോൾ അത് മാത്രമേ കാണിക്കുള്ളൂ. ഡബിൾ റൂം എടുക്കുമ്പോൾ ഡബിൾ റൂമിന് മാത്രമേ കാണിക്കുള്ളൂ. സിംഗിൾ റൂം എടുക്കും, സ്യൂട്ട് റൂംസ് കാണിക്കും. സ്യൂട്ട് റൂംസിന് മാത്രം സിംഗിൾ റൂം സെലക്ട് ചെയ്തു. സിംഗിൾ റൂം സെലക്ട് ചെയ്ത് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എന്നായിരിക്കും. ചെക്ക് ഇൻ ഡേറ്റ് കൊടുക്കും, ബുക്കിംഗ് ഡേറ്റ്, ചെക്ക് ഇൻ ഇപ്പോഴാണെന്നുള്ള, ചെക്ക് ഔട്ട് ചെയ്യുന്ന ഇപ്പോഴാണെന്നുള്ള, അതിൻ്റെ വെച്ചിട്ടുള്ള അത് കാണിക്കും. ടാക്സ് ഉൾപ്പെടെയുള്ള റേറ്റാണ് താഴെ. കൺഫേം ചെയ്യാം. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ 2 ബുക്കിങ്സ് ഉണ്ട്. ഇതിനടുത്ത് നമുക്ക് ചെക്ക് ഇൻ നോക്കാം. ചെക്ക് ഇൻ ഒരു ഡയറക്റ്റ് ഒരു വരുന്ന സമയത്ത് ചെക്ക് ഇൻ സെലക്ട് ചെയ്യാം. ചെക്ക് ഇൻ കൊടുക്കാം. റിസർവേഷൻ നമ്മൾ ഓൾറെഡി റിസർവേഷൻ വെച്ചിട്ട് റൂം സെലക്ട് ചെയ്ത് ചെക്ക് ഇൻ കൊടുക്കും. ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ആ റൂം റിസർവ് റൂം ആയിരിക്കും ചെക്ക് ഔട്ട് ചെയ്തത്. ഫുൾ എമൗണ്ട് കാണിക്കണം. ചെക്ക് ഇൻ അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ഇൻ ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം.
ക്രിയേറ്റ് ഇൻവോയ്സ് കൊടുത്തു കഴിയുമ്പോൾ അത് ഫുൾ പേയ്മെന്റ് ആണോ നിങ്ങൾ ചോദിക്കും, അതോ പെർസെൻറ്റേജ് ആണോ, ഫിക്സ്ഡ് എമൗണ്ട് ആണോ. ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഓരോ എൻട്രീസിനും അതിന്റെ ഒരു ഡേറ്റ് വെച്ചിട്ട് അതിന്റെ ഒരു ലോഗോ ഉണ്ടാവും. ഇതാണ് ഇൻവോയ്സ് ബട്ടൺ വന്നു ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് പ്രിന്റ് ഔട്ട് കഴിഞ്ഞാൽ നേരെ പ്രിന്റ് ചെയ്തെടുക്കാം. സേവ് ചെയ്യണം, PDF ആയിട്ട് സേവ് ചെയ്യാം. വാട്സാപ്പിലൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ PDF ആയിട്ട് സേവ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവോയ്സിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവോയ്സ് ഇന്നത്തെ ഡേറ്റിൽ ഇൻവോയ്സ് നോട്ട് പെയ്ഡ് ആയിട്ടാണ് സെലക്ട് ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. കൺഫേം ഇൻവോയ്സിനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റേജ് രജിസ്റ്റർ പേയ്മെന്റിലേക്ക് വരും. രജിസ്റ്റർ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാങ്ക് ആണോ ക്യാഷ് ആണോ എന്ന് ചോദിക്കും. ഓക്കെ, ക്യാഷ് സെലക്ട് ചെയ്തു, ടോട്ടൽ എമൗണ്ട് എത്രയാണ്, പേയ്മെന്റ് കൊടുത്തു. പേയ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റാറ്റസ് പെയ്ഡ് ആണ്. ഇപ്പോഴത്തെ കിടക്കുന്നുണ്ടോ അതിന്റെ ട്രെയിലാണ് കാണിക്കുന്നത്. ഒരു ട്രെയിൽ, ഈ ട്രെയിലിനകത്ത് കണ്ടോ ഓരോ രജിസ്ട്രേഷൻ മുതലുള്ളത്, റിസർവേഷൻ മുതലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ലോഗിൻ ചെയ്യുക, കസ്റ്റമർ അടുത്തത് ഇവിടുന്ന് പോകുന്നത് എന്താ ഇങ്ങോട്ടാണെന്നുള്ളത് അവിടെ ജസ്റ്റ് ഒരു നോട്ട് പിന്നീട് നമുക്ക് ഓർക്കാൻ വേണ്ടി നമുക്ക് നോട്ട്സ് വേണമെങ്കിൽ ലോഡ് ചെയ്യാം. ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതൊന്നും ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇതിനകത്ത് തന്നെ കിടക്കും, ഇത്ര നാൾ കഴിഞ്ഞാൽ ഡേറ്റാബേസിനകത്ത് തന്നെ. ഇത് നമ്മുടെ ട്രെയിലാണ്. നമ്മളെ ഓഡിറ്റ് ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെയ്യാം. ഇതിനകത്ത് അറ്റാച്ച്മെന്റ് വേണമെങ്കിൽ കൊടുക്കാം. അവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ റിയാക്ഷൻ ഉണ്ടാകുന്നുള്ള അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൊടുക്കാം. ഓക്കെ, അറ്റാച്ച്മെന്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് സ്കാൻ ചെയ്ത് അറ്റാച്ച്മെന്റ് തന്നിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു സ്പെസിഫിക് ബുക്കിംഗോ രജിസ്ട്രേഷനോ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ടിക്കറ്റ്സോ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഡിജിറ്റലൈസ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ അക്കൗണ്ടിങ്ങിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ് മോഡ്യൂളിനകത്ത് പോയി കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിന്റെ ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡിനകത്ത് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ നെറ്റ് പ്രോഫിറ്റ് ലോസ് കാണിക്കും, ടോട്ടൽ ഇൻവോയ്സ് കാണിക്കും. അക്കൗണ്ടിന്റെ ഡാഷ്ബോർഡ് എല്ലാ ഒറ്റ സ്ഥലത്ത് തന്നെ കിട്ടും. കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്കുള്ള പേയ്മെന്റ്സ്, നമുക്ക് വന്നിട്ടുള്ള ഇൻവോയ്സസ്, പോസ്റ്റഡ് എൻട്രീസ് കാണാം. എല്ലാം ഗ്രാഫിക്കലായിട്ടുള്ളത് കാണിക്കും. അക്കൗണ്ടിന് ശരിക്കും ജോലിയൊന്നും ഇല്ല, ജസ്റ്റ് നോക്കി വാലിഡേറ്റ് ചെയ്ത് പോകാന്നുള്ളൂ. മറ്റേതാകുമ്പോൾ ടാലിക്കകത്ത് ഇവിടെ നിന്ന് നോക്കി സ്വപ്നം നോക്കി ടാലിക്കകത്ത് എൻട്രി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം ഇത് എല്ലാം വാലിഡേഷൻ മാത്രമേ ഉള്ളൂ, വെരിഫൈ ചെയ്യാതെ മാത്രമേ ഉള്ളൂ. അക്കൗണ്ടൻസിന് ഒരു സ്ഥലത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആണ്. ജനറൽ എൻട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇതിനകത്ത് അക്കൗണ്ടിനകത്ത് എല്ലാം ഉണ്ട്. ബഡ്ജറ്റ്, അസറ്റ് മാനേജ്മെന്റ്, റിപ്പോർട്ടിംഗ്, എല്ലാം ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, ബാങ്ക് ബുക്ക്, ക്യാഷ് ബുക്ക്, ഡേ ബുക്ക്, ഇൻവോയ്സ് അനാലിസിസ്, അതുപോലെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, കംപ്ലീറ്റ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, അതെല്ലാം കാണിക്കും. നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എത്ര അക്കൗണ്ട്സ് വേണമെങ്കിലും ഓരോ ഗ്രൂപ്പിലേക്ക് ക്രിയേറ്റ് ചെയ്യാം. ബൈ ഡിഫോൾട്ട് ഇതിനകത്ത് എത്ര അക്കൗണ്ട്സ് ഉണ്ട്, എത്ര അക്കൗണ്ട്സ് ഹെഡ്സ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇൻകം എല്ലാം അറിയാൻ പറ്റും. ഇതിപ്പം ഞാൻ അഡ്മിനായിട്ട് കയറിയിരിക്കുന്നതുകൊണ്ടാണ് എല്ലാം മോഡ്യൂൾസ് ആയിരിക്കുന്നത്. ഓരോരുത്തരും കയറുന്ന അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന റൈറ്റ്സ് അനുസരിച്ച് ആമിനസ് മാത്രമേ വരും. ഇനി POS പോയിന്റ് ഓഫ് സെയിൽസിനകത്ത് പോകാണെന്നുണ്ടെങ്കിൽ അത് റെസ്റ്റോറൻറ്റിന് വേണ്ടിയുള്ളതാണ്. ഓരോ കാറ്റഗറീസ് ആണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കാറ്റഗറി, പിന്നെ ലഞ്ച്, ബീവറേജസ്, അങ്ങനെ ഓരോ. ഇനി ഓരോ പ്രോഡക്ട്സ് അവിടെ സെയിൽ ചെയ്യുന്ന കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ ബീവറേജസ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഐറ്റംസ്, നോർത്ത് ഇന്ത്യൻ, എല്ലാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് നമ്മളവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇതിപ്പോൾ അതിന്റെ സെഷൻ ഓപ്പൺ ചെയ്യുവാണ്. പോയിന്റ് ഓഫ് സെയിൽസിന്റെ, അതായത് റെസ്റ്റോറൻറ്റിന് അവിടുത്തെ സിസ്റ്റത്തിനകത്ത് വരുന്ന സ്ക്രീനാണ് അടുത്ത കാണുന്നത്. അതെല്ലാം ടച്ച് സ്ക്രീനിൽ വർക്ക് ചെയ്യും, ടാബിനകത്തും വർക്ക് ചെയ്യും. അപ്പൊ ആദ്യം തന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആ കൗണ്ടറിൽ എത്രയാണ് ക്യാഷ് ഉള്ളതെന്ന് പറഞ്ഞ് നമ്മൾ എൻട്രി ചെയ്യുന്നു. ഡേ ഓപ്പൺ ചെയ്യുന്നു,
പിന്നെ അത് ഓരോ കറൻസിയുടെ ഡിനോമിനേഷൻസ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതായത് ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി ഫുള്ള് മോണിറ്റർ ചെയ്ത് പോവാം, ഇൻക്ലൂഡിങ് ക്യാഷിന്റെ ഡിനോമിനേഷനും എത്രയാണെന്നുള്ളത്. ഓക്കെ, 1000 രൂപ ഉണ്ടായിരുന്നു. 1000 രൂപയിൽ എത്രയാണ്, 50ന്റെ നോട്ട് എത്ര എണ്ണം, 100ന്റെ എത്ര എണ്ണം, അപ്പൊ അത്രയും ലെവൽ കൺട്രോൾ നമ്മുടെ ഉണ്ടാവും ഈ സിസ്റ്റത്തിൽ. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടേബിൾസ് ഓർഡർ എടുക്കുന്ന സ്ക്രീനാണിത്. നമ്മൾ രണ്ട് മെയിൻ ഫ്ലോർ ഫാമിലി റൂം അങ്ങനെ രണ്ടാഴ്ച ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ടേബിൾസ് ഇതേപോലെ നമ്മുടെ മെനുവിൽ ഓരോ കാറ്റഗറി സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ കാണിക്കും. പെട്ടെന്ന് നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റും. ഇത് ടാബിൽ സ്ക്രീനും സിസ്റ്റത്തിലെ സ്ക്രീനും ഒരേപോലെ തന്നെയാണ്. വളരെ എളുപ്പമാണ്, ഈസി ടു യൂസ് ആണ്, സിംഗിൾ ക്ലിക്കാണ്, പ്രത്യേകിച്ച് എൻട്രി ഒന്നുമില്ല. മറ്റേ പഴയ സോഫ്റ്റ്വെയറിനകത്ത് എൻട്രി ഒന്നും ചെയ്യുന്നില്ല. എല്ലാം ജസ്റ്റ് സെലക്ട് ചെയ്ത് പോവാം. ഇഡിലി സെലക്ട് ചെയ്ത് രണ്ട് പീസ്, 2 പ്ലേറ്റ്. ഓക്കെ, സെലക്ട് ചെയ്ത് ഗസ്റ്റ് എത്ര പേര് ഉണ്ടെന്ന് സെലക്ട് ചെയ്ത് ഒരു ടേബിൾ, ആ ടേബിളിൽ 2 വരുന്നത്. ഓക്കെ, അതിൻ്റെ അടിയിൽ ടാക്സ് വേണം. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. നമുക്ക് ബാക്കി ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെനുസ് ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം അടുത്ത ഓർഡർ ചെയ്യും, ചായ സെലക്ട് ചെയ്യും. ഇതൊക്കെ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് KOT പോകും. കിച്ചൺ ഓർഡർ 2 ചായ, അത് KOT നമുക്ക് ഇതിൽ പോകും. ഇൻഫർമേഷൻ നമുക്ക് അല്ല പെട്ടെന്ന് പഴയ സിസ്റ്റത്തിനകത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, ആരെയും വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അവർ KOT അടിച്ച് നോക്കുന്നു. ഇതിനകത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പേയ്മെന്റിനകത്ത് പോയി കഴിഞ്ഞാൽ സ്ക്രീനിൽ അവർക്ക് 200 രൂപ തന്നു, ബാലൻസ് എത്ര രൂപ കൊടുക്കാണ് വാലിഡേറ്റ് ചെയ്തു, ബില്ല് പ്രിന്റ് ചെയ്ത് കറക്റ്റ് വേണമെന്നുള്ളത്. വളരെ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആണ്, ക്ലൗഡ് ബേസ്ഡ് ആണ്. അടുത്ത ഓർഡറിൽ പോകണമെങ്കിൽ അടുത്ത ഓർഡറിൽ റൂമിൽ പോയിട്ട് അടുത്ത ടേബിൾ എടുക്കുക, ടേബിളിൽ ഓർഡർ ചെയ്യുക, റാങ്കിന്ന് വിളിക്കും, സിസ്റ്റത്തിൽ വിളിക്കും. ഓക്കെ, പനീർ നൂഡിൽസ്, ഗാർലിക് നൂഡിൽസ്, മഷ്റൂം ബിരിയാണി, മഷ്റൂം നൂഡിൽസ്, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫർ ആണെങ്കിൽ ടേബിളിലേക്ക് മെയിൻ ഫാമിലി റൂമിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എല്ലാ ഓപ്ഷൻസും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് അതിന് കൊട്ടേഷനായിട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് എന്തുകൊണ്ടും ചെയ്യാം. പിന്നെ സ്പ്ലിറ്റ് ചെയ്യണം, ബില്ല് സ്പ്ലിറ്റ് ചെയ്യണം. ഒരു ബില്ല് 2 പേരായിട്ട് സിമ്മ് എന്തൊക്കെ സാധനങ്ങൾ സ്പ്ലിറ്റ്, അത് മാത്രം സെലക്ട് ചെയ്ത് നേരെ പേയ്മെന്റിലേക്ക് പോയി. അത് ആ ബില്ല് അത്രയും മാത്രം ഉണ്ടാവും. 173.26. ഇനി ബാക്കി 2 എണ്ണം മാത്രമേ അവൈലബിൾ ഉള്ളൂ. അത് നെക്സ്റ്റ് 175 രൂപ, ഒരു 500 റുപ്പീസ് തോന്നുന്നു. വളരെ സിമ്പിളാണ് സ്ക്രീൻ വർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ. അടുത്ത ഓർഡർ എടുക്കാം. ഇപ്പൊ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് കാണിക്കുന്നുണ്ടോ, ഇത്രയും മണി ഉണ്ടായിരുന്നു. എക്സ്പെക്ടഡ് ക്യാഷ് 1000 രൂപ ഉണ്ടായിരുന്നു, 484 രൂപയുടെ സെയിൽ നടന്നിട്ടുണ്ട് ക്യാഷ് കൗണ്ടറിനകത്ത്. ഇപ്പൊ ഡിഫറൻസ് ഇനിയിപ്പോൾ എടുത്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് എത്ര നോട്ട് ഉണ്ടെന്ന് ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത്. ഇതെല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു മാൽ പ്രാക്ടീസും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് കാര്യങ്ങൾ കൗണ്ടറിനകത്ത് എന്താണോ ഉള്ളത് ആ സാധനം എൻട്രി ചെയ്യണം. അപ്പോൾ അല്ലാതെ ഇതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് പരിപാടികളൊന്നും നടക്കത്തില്ല. എന്താ കറക്റ്റ് ചെയ്താൽ അത് നമ്മൾ എൻട്രി ചെയ്യുന്നതനുസരിച്ച് ഇത് കാണിക്കും ഡിഫറൻസ് ഉണ്ടാവണം. കേട്ടോ, കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഞാനിപ്പോ ഈ ഗ്രാൻഡ് ഹോട്ടലിൽ നമ്മൾ ഓഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ ഇത്ര വർഷത്തിനിടയിൽ 1 രൂപ ഡിഫറൻസ് വന്നിട്ടില്ല അവർക്ക്. അത് എങ്ങനെയാണെന്നുള്ളത് ഇതിപ്പോ 15 രൂപ 92 പൈസ ഡിഫറൻസ് കാണിക്കുന്നു. 1500 രൂപ ഉണ്ടായിരുന്നു ക്യാഷ് ആയിട്ട് നോക്കുമ്പോൾ.
ലാസ്റ്റ് ക്ലോസിങ് എത്രയായി? 1500 നമ്മൾ ഓൺലൈൻ ചെയ്ത് അതാണ് ക്ലോസിങ്. അത് നാളത്തെ ഓപ്പണിംഗ് ആയിട്ട് വന്നോളാം. അക്കൗണ്ടിങ്ങിനകത്ത് പോയി കഴിഞ്ഞാൽ എന്താ മറ്റു നേരത്തെ അവിടുത്തെ അതും പ്ലസ് ഇവിടുത്തെ ഇൻഫോം കൂടെ ചേർത്ത് കാണിക്കുന്നു. എന്താ വളരെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ കണ്ടില്ല ടാക്സ് കളക്ട് ചെയ്തത് മറ്റേ ടാക്സ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. 15-20 ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിന് എൻട്രി ചെയ്യണ്ട. ഇതെല്ലാം സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് പോസ്റ്റ് ചെയ്യുന്ന. അതായത് ഒരു മാൽ പ്രാക്ടീസോ ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് സാധനങ്ങളും സിസ്റ്റം തന്നെ റെക്കോർഡ് ചെയ്ത് അതിന്റെ ട്രേഡും എല്ലാം അക്കൗണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് വാലിഡേറ്റ് ചെയ്ത് പോകാൻ മാത്രമേ ഉള്ളൂ. മറ്റേ ഇപ്പോഴത്തെ അത് നമുക്ക് എല്ലാം മാനേജ് ഇപ്പൊ എംപ്ലോയി മാസ്റ്റർ HR മാനേജ്മെന്റ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതിനകത്ത് എംപ്ലോയിയുടെ ക്രിയേഷനും എംപ്ലോയിയുടെ ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് വർക്ക് ഇൻഫർമേഷൻ, എംപ്ലോയിഡ് വർക്ക് ഇൻഫർമേഷൻ എന്നൊക്കെയാണ്. ഓക്കെ, അതിനുള്ള പ്രൈവറ്റ് ഇൻഫർമേഷൻ, അഡ്രസ്, നാഷണാലിറ്റി, ഐഡന്റിഫിക്കേഷൻ, പാസ്പോർട്ട് നമ്പർ, ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡേറ്റാസ് നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സർട്ടിഫിക്കറ്റ് ലെവൽ എന്താണ്, ഓക്കെ, സെറ്റിങ്സ് എങ്ങനെയാണ്, ടൈപ്പ്, കോൺട്രാക്ട് നമ്മൾ ഒരുപായിട്ടുള്ള കോൺട്രാക്ട് എത്രയാണ്, സാലറി എന്താണ്, അതെല്ലാം നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇത് പിന്നെ അറ്റൻഡൻസും ആയിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പേ റോൾ കാൽക്കുലേഷനും എല്ലാം ഇതിനകത്ത് നടക്കും. ഒരു സാധനം പോലും നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഉള്ള ആദ്യമേ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ മെമ്പർഷിപ്പിന്റെ കോൺട്രാക്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു, സാലറി സ്ട്രക്ചർ കൊടുത്തു, അവർ ആഴ്ചയിൽ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മറ്റേതുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും നമ്മുടെ അറ്റൻഡൻസുമായിട്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് നമ്മുടെ കോൺട്രാക്റ്റുമായിട്ട് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സാലറിയിൽ നമുക്ക് കട്ട് ചെയ്യാനോ പിടിക്കാനോ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് തിരിക്കും. ജോബ് പൊസിഷൻ എന്താണെന്നുള്ള സെലക്ട്. ജോബ് പൊസിഷൻ വെച്ചിട്ട് നമുക്ക് റിക്രൂട്ട്മെന്റ് മോഡ്യൂളൊക്കെ ഉണ്ട്. അതിനകത്ത് എത്ര ഒരാൾ പോകുന്നതും അയാളുടെ ഷോർട്ടേജ് ഉള്ള ആൾക്കാരും എല്ലാം ഇതിനകത്ത് നമുക്ക് ഈ സിസ്റ്റം വൈസ് തന്നെ ചെയ്യാം. കോൺട്രാക്ട് ആയിരിക്കും പറഞ്ഞത്. അതാണ് അതിന്റെ HR മാനേജർ ആരാണെന്നുള്ളത്. കോൺട്രാക്ട് റെഫറൻസ് ഒന്നും കൊടുത്തിട്ടില്ല. സൈഡിൽ ഇൻവാലിഡ് ഫീൽഡ് കാണിക്കുന്നു. അത് ചെറിയ ഗ്രേ ആയിട്ട് കാണിക്കുന്നതെല്ലാം മാൻഡേറ്ററി ആണ്. ഓക്കെ, വേജ് എത്രയാണെന്നുള്ളത്, സാലറി ഇൻഫർമേഷൻ എത്രയാണെന്നുള്ളത് കുറച്ച് മന്ത്ലി കൊടുക്കാന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. കോൺട്രാക്ട് റെഫറൻസ് കൊടുത്തിട്ടില്ല. നമ്മൾ കോൺട്രാക്ട് പേര് കൊടുക്കുന്നു. അറ്റൻഡൻസ് ഓട്ടോമാറ്റിക് നമ്മുടെ മെഷീനോട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അറ്റൻഡൻസ് റിപ്പോർട്ട്സ് ഒക്കെ എടുക്കാം. റിപ്പോർട്ടിങ്ങിനകത്ത് തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും. എത്ര പേര് അതിന്റെ ചാർട്സ് എല്ലാം കിട്ടും. ഇതിപ്പം അതിന്റെ റിക്രൂട്ട്മെന്റ് മോഡ്യൂളാണ്. അതിനകത്ത് നമുക്ക് ഓരോ ആൾക്കാരെ എത്ര റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നമുക്ക് ജോബ് പൊസിഷൻസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വെയിറ്റേഴ്സ് എത്ര വേണം, എത്ര വെയിറ്റേഴ്സ് വേണം, എല്ലാം നമുക്ക് സിസ്റ്റം വൈസ് തന്നെ ചെയ്യാം. അതായത് മാനുവലായിട്ടൊന്നും അല്ല, എല്ലാം കംപ്ലീറ്റ് പ്രോസസ്സും നമ്മുടെ സ്ഥാപനത്തിന് കംപ്ലീറ്റ് പ്രോസസ്സും നമുക്ക് സിസ്റ്റമാറ്റിക്കലി ERP ഇതിനെയൊക്കെ പറയുന്നത് ഒരു ERP എന്നാണ് പറയുന്നത്. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. നമ്മുടെ എന്റർപ്രൈസിന്റെ കംപ്ലീറ്റ് റിസോഴ്സസിനെ നമുക്ക് പ്ലാൻ ചെയ്യാം. അതിനകത്ത് എല്ലാം വരും. സെയിൽസ് വരും, നമ്മുടെ അക്കൗണ്ടിങ് വരും, നമ്മുടെ HR വരും, ഇൻവെന്ററി വരും. ഓക്കെ, നമ്മുടെ സ്റ്റോറിനകത്ത് നമ്മുടെ കിച്ചണിൽ നിന്നുള്ള ഇഷ്യൂസ് നമുക്ക് അത് വേണം. ഇപ്പൊ നമ്മൾ വിൽക്കുന്ന പ്രോഡക്ട്സ് ആണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇപ്പം നമ്മൾ കൺസ്യൂമർ പ്രോഡക്ട്സ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ കിച്ചണിൽ കൺസ്യൂം ചെയ്യുന്ന മൈദ, റൈസ്, അതെല്ലാം കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, മോണിറ്റർ ചെയ്ത് പോകാം. ഡെയിലി കിച്ചണിലേക്കുള്ള ഇഷ്യൂകള്. അപ്പൊ നമുക്ക് കറക്റ്റ് അതിന്റെ റിലേഷൻഷിപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഒരു ഇത്രയും മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്തിട്ട് നമുക്ക് എത്ര സാധനങ്ങൾ നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അപ്പൊ അത് ആ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളിൽ നിന്ന് എത്ര സാധനം നമ്മൾ സെയിൽ ചെയ്യുന്നു, അതിനകത്ത് നിന്ന് എന്തെങ്കിലും ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടോ, അതിന്റെ റിലേഷൻഷിപ്പ്, കൺസ്യൂമർ വേഴ്സസ് സെയിൽസ്, കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് റിപ്പോർട്ട്സ് അറിയാൻ പറ്റും. ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് മോണിറ്റർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ സെല് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് അതായത് ഡയറക്റ്റ് മൈദ സെല് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ക്യാൻ ബി സോൾഡ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് ക്യാൻ ബി പർച്ചേസ് സെലക്ട് ചെയ്ത് പ്രോഡക്റ്റ് ടൈപ്പ് കൺസ്യൂമർ ആക്കി. പിന്നെ ട്രാൻസ്ഫേഴ്സ്, ഇന്റർണൽ ട്രാൻസ്ഫർ നമുക്ക്
കിച്ചണിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും സ്റ്റോറിലേക്ക്. ഓക്കെ, ഇൻവെന്ററി വാലുവേഷനും ഇൻവെന്ററി ഫോർകാസ്റ്റിങ്ങും നമ്മുടെ ഈ സെയിൽ അനുസരിച്ച് നമുക്ക് ഇത് സിസ്റ്റം ഫോർകാസ്റ്റ് ചെയ്യും. അതായത് ഈ റോ മെറ്റീരിയൽസ് ഒക്കെ എത്ര നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യണമെന്നൊക്കെ. അപ്പൊ ആവശ്യമില്ല നമുക്ക് സാധനങ്ങളൊന്നും മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് പച്ചക്കറി, കിഴങ്ങ്, ഇതൊക്കെ ഉണ്ടല്ലോ, ഓണിയൻസ്, അതൊക്കെ നമുക്ക് ആവശ്യമില്ലാതെ സ്റ്റോർ ചെയ്ത് നമുക്ക് വേസ്റ്റ് ആകത്തില്ല. നമ്മളെ ഇതിന്റെ സെയിലും നമ്മുടെ കൺസംഷനും വെച്ചിട്ട് സിസ്റ്റം തന്നെ ഫോർകാസ്റ്റ് ചെയ്തോളും. ഓക്കെ, ഇതിപ്പോ കിച്ചൺ ഇഷ്യൂടെ ഓപ്പറേഷൻ ടൈപ്സ്, നമുക്ക് എന്ത് ടൈപ്പ് ഓപ്പറേഷൻസ് സെറ്റ് ചെയ്യാം, ആ ഓപ്പറേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള മോഡ്യൂൾസ്. ആ മോഡ്യൂൾസിൽ നമുക്ക് ഇത്രയാണ് ഇന്നത്തുള്ളത്. പിന്നെ കലണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ബുക്കിംഗ്സ്, വീക്ക്ലി ബുക്കിംഗ്, മന്ത്ലി ബുക്കിംഗ്, ഇയർലി ബുക്കിംഗ് എല്ലാം അറിയാൻ പറ്റും ഇതിൽ നിന്നല്ല. അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. ഓക്കെ, വീക്ക്ലി ആയിട്ടുള്ളത് ഇതെല്ലാം ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അഡ്മിനിസ്ട്രേറ്ററിന് എവിടെ നിന്ന് വേണേലും നോക്കാൻ പറ്റും. ഈ സ്ഥാപനത്തിൽ പോകണമെന്നില്ല, നമുക്ക് റിമോട്ടായിട്ട് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് പോകാം. വളരെ സിമ്പിൾ ആണ്, ഈസി ടു യൂസ് ആണ്. പിന്നെ ഇതിനകത്ത് ഓരോരുത്തർ ലോഗിൻ ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ഇത് മാറും. ഇത് ജസ്റ്റ് ഒരു ഡെമോ മാത്രമാണ്. ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് ഈച്ച് ആൻഡ് എവറി മോഡൽസ് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു.